അടുത്ത കോൺട്രാസെപ്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഗർഭനിരോധനത്തിനുള്ള സഹായിക്കുന്ന ആൾക്കാരാണ് ഇഞ്ചക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്. ഇഞ്ചക്റ്റീവ്സ് ആൻഡ് ഇംപ്ലാന്റ് നമ്മൾ പറയുന്നു ഇഞ്ചക്ഷൻ തരത്തിലോ അല്ലെങ്കിൽ ഇംപ്ലാന്റുകളോ വഴിയിലുള്ള കോൺട്രാസെപ്റ്റീവ്സ്. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഞ്ചക്ഷനും ഇംപ്ലാന്റുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹോർമോൺസ് പോലത്തെയാണ്. പക്ഷേ അതിൻ്റെ ഇത് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പ്രൊജസ്ട്രോൺ അവിടെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പ്രൊജസ്ട്രോണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രൊജസ്ട്രോൺ പ്ലസ് ഈസ്ട്രോജൻ്റെ കോമ്പിനേഷനോ ഇതുപോലെ ഡോസുള്ള ചെറിയൊരു ഡോസിലുള്ള പ്രൊജസ്ട്രോൺ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ ഫോമിൽ. ഒന്നുകിൽ ഇഞ്ചക്ഷൻ ഫോമിലായിരിക്കും പ്രൊജസ്ട്രോൺ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇംപ്ലാന്റുകളാണ് സ്കിന്നിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. അണ്ടർ ദ സ്കിൻ ഇംപ്ലാന്റ് ഫോമിലുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇഞ്ചക്ഷൻ ഫോമിലോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴെ വയ്ക്കാൻ പറ്റുന്ന ഇംപ്ലാന്റ് ഫോമുകളിലോ ഹോർമോൺ അടങ്ങിയ ഐറ്റംസാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഓറൽ പിൽസ് പോലെ തന്നെയാണ്, സിമിലർ ടു ദാറ്റ് ഓഫ് പിൽസ് തന്നെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. സോ നമ്മൾ ഹോർമോൺ പിൽസ് എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അതേ സെയിം മോഡ് ഓഫ് ആക്ഷൻ തന്നെയാണ് ഇഞ്ചക്ഷൻ ഫോമിലായാലും ഇംപ്ലാന്റ് ഫോമിലായാലും നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഈ ഹോർമോണുകളെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റീവ് പീരീഡ് ഹോർമോൺ പിൽസിനേക്കാളും കൂടുതലായിരിക്കും. മച്ച് ലോങ്ങർ ഇഫക്റ്റീവ് പീരീഡ് ആയിരിക്കും നമ്മുടെ ഇഞ്ചക്ഷൻ അഥവാ ഇംപ്ലാന്റുകൾക്ക്. സോ ഡോസേജിലുള്ള വ്യത്യാസമാണ്. കുറച്ചും കൂടി ഇഫക്റ്റീവ് പീരീഡ് നോർമൽ പിൽസിനേക്കാളും കൂടുതലായിരിക്കും ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ അഥവാ ഇംപ്ലാന്റുകൾക്ക്. ഇനി വേറൊരു കോൺട്രാസെപ്റ്റീവ്സ് ആണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്. എമർജൻസി പേരിൽ തന്നെയുണ്ട്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്. എമർജൻസി കോൺട്രാസെപ്റ്റീവിലും ഇതേ ഹോർമോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ഓഫ് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻസിന്, ഈസ്ട്രോജനെയോ പ്രൊജസ്ട്രോണിൻ്റെയോ കോമ്പിനേഷൻസിനെയോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒറ്റയ്ക്കുമാണ് നമ്മുടെ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ IUDs ആണ് യൂസ് ചെയ്യുന്നത്. ഇവരൊക്കെ യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകതയുണ്ട്. നമ്മുടെ പിൽസ് കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ട് ഇല്ലേ? സഹേലി ആണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് 7 ദിവസം ഗ്യാപ്പ്. ഇതാണെങ്കിൽ നമ്മുടെ ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ ഇംപ്ലാന്റുകളായിട്ട് കുറച്ചൊരു ലോങ് ഡ്യൂറേഷനിൽ നിൽക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ്. എമർജൻസി കോൺട്രാസെപ്റ്റീവിൽ സെയിം ഹോർമോൺ തന്നെ കഴിക്കുന്നു അല്ലെങ്കിൽ ഹോർമോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരു മെത്തേഡ് വിത്തിൻ 72 hours, അവിടെ ഒരു ക്ലോസ് ഉണ്ട്, വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് അഥവാ സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് കോയിറ്റസിന് ഉള്ളിൽ 72 മണിക്കൂറിനകം ഇൻ്റർകോഴ്സ് അഥവാ കോയിറ്റസ് നടന്നതിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈലി ഇഫക്റ്റീവാണ്. അതുകൊണ്ട് അതിനെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറയും. സോ വളരെ അടുത്ത് തന്നെ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് നടന്ന് ഏറ്റവും അടുത്ത 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം. ഇതൊരു നോർമൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് യൂസ് ചെയ്യേണ്ട സന്ദർഭം നിന്ന് ടു അവോയ്ഡ് പോസിബിൾ പ്രഗ്നൻസി, നടക്കാൻ സാധ്യതയുള്ള പ്രഗ്നൻസീനെ തടയാൻ. എങ്ങനത്തെ പ്രഗ്നൻസീനെ തടയാൻ? ഡ്യൂ ടു റേപ്പ് കേസുകളിലൊന്നും ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല ആ കുഞ്ഞിനെ വേണമെന്ന്, റേപ്പ് കേസിലാണെങ്കിൽ. സോ ഡ്യൂ ടു റേപ്പ് അങ്ങനെയുള്ള പ്രഗ്നൻസീനെ വേണ്ടാന്ന് വെക്കാനും, അതുപോലെ കോഷ്യൽ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് നടന്നു, പക്ഷേ ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്സ് മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിച്ചില്ല, അങ്ങനത്തെ ഒരു കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്. ഹോർമോൺസിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് എമർജൻസി എന്ന് പറയുന്നു. സോ എമർജൻസിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഹൈ കോൺസെൻട്രേഷനിൽ ഹോർമോൺസ് യൂസ് ചെയ്താൽ മാത്രമേ അത് പ്രഗ്നൻസി അഥവാ കൺസെപ്ഷനെ തടയുള്ളൂ. സോ അത്രയും അത്യാവശ്യമായ ഘട്ടം എന്ന് പറയുന്നത് റേപ്പ് കേസോ അല്ലെങ്കിൽ കോഷ്യൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർകോഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു റെഗുലർ യൂസേജ് ആയിട്ട് ഒരിക്കലും എമർജൻസി കോൺട്രാസെപ്റ്റീവ്സിനെ യൂസ് ചെയ്യാൻ പാടില്ല. അത്രയും നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്.